നമുക്ക് വാമപ്പിന്റെ ആവശ്യം വരുന്നുണ്ടോ വർക്കൗട്ടിന് മുന്നേ? അപ്പോ വായോ, ഇറ്റ്സ് മീ മിസ്റ്റർ ആൻഡ് മിസ്സസ് കോസ്, ന്യൂ എപ്പിസോഡ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. നമ്മുടെ ബോഡിയെ ഹീറ്റ് ആക്കുന്ന പ്രോസസ്സും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ഇഞ്ചറിയും ഇല്ലാതിരിക്കാനും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമുക്കൊരു വാമപ്പ് കൊടുക്കേണ്ടത്. നമ്മുടെ വാമപ്പിലൂടെ നമുക്ക് കുറച്ച് എനർജി ബൂസ്റ്റ് ആവുകയും നമ്മൾ എന്തെങ്കിലും എനർജി ഇല്ലാതെയാണ് വന്നെങ്കിൽ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഒരു എനർജി ബൂസ്റ്റ് ആവുകയും നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ മസിൽസ് ഹീറ്റ് ആവുന്നത് മൂലം നമുക്കൊരു ഇഞ്ചറി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വാമപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വാമപ്പ് ഇല്ലാതെ വർക്കൗട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു ഇഞ്ചറിയിലേക്ക് എത്തുകയും നമുക്ക് ആ ഇഞ്ചറി എന്താന്ന് പോലും മനസ്സിലാകാതെ നമ്മൾ കൊണ്ട് നടന്ന് അതൊരു വലിയൊരു രോഗങ്ങളിലേക്ക് എത്തുകയും സാധിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടിനൊരു തുടർച്ചയാണ് വാമപ്പ് എന്ന് പറയുന്നത്. അത് ചിലപ്പോ ബിഗിനേഴ്സ് വന്നിട്ട് 2-3 ദിവസം ചെയ്യാറുണ്ട്. പിന്നെ ആ ട്രെയിനറിനോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അതേപടി അവിടെ വെച്ച് കെട്ടാറുമുണ്ട്. ആരും ചെയ്യാനായിട്ട് മുതിരാറുമില്ല. നമ്മൾ ട്രെയിനേഴ്സ് കൂടെ നടന്ന് പറയും തോറും അവര് ചിലപ്പോൾ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ ചെയ്തില്ല എന്നിരിക്കും. ഇത് നിങ്ങളുടെ ബോഡിയിലേക്ക് ഇഞ്ചുറീസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ അപ്കമിങ് വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. അതാണ് ഈ വാമപ്പ്. അപ്പൊ എന്താണ് വാമപ്പ്? മൊബിലിറ്റി സ്ട്രെച്ചിങ് വാമപ്പ്. ഇത് എത്രയാണ് നമ്മൾ വർക്കൗട്ടിന് മുന്നേ ചെയ്യുന്ന പ്രീ വർക്കൗട്ട്സ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഇതിനെ കമന്റ് ചെയ്യുക. അപ്പൊ വാമപ്പിനെ പറ്റിയിട്ടുള്ള റൈറ്റ്സ് എന്താന്ന് മനസ്സിലായില്ലേ?